എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. എന്നാൽ നമുക്ക് ഈ ഒരു സ്പൂൺ പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം അത്യാവശ്യം നല്ല പഴുത്തതായിരിക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ നമ്മളിതിനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കൈ നന്നായിട്ട് കഴുകി ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. മിക്സിയിലിട്ട് അരക്കുമ്പോൾ അത് നല്ലോണം അരഞ്ഞു പോകും. നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉണ്ടാവുകയും വേണം. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉടച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്ക പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി തേങ്ങ ചിരവിയതാണ്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി കുറച്ച് പാൽ കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോറാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇത് നമ്മൾ എടുക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ അളവിനനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ വേണ്ടി വരും. ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പം 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. ഇതുപോലെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഇതിലേക്ക് കോരിയിടാൻ വേണ്ടിയിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ സ്പൂണിൽ കോരി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വശം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ എണ്ണ കുടിക്കുകയില്ല. അപ്പോൾ ഇതിൻ്റെ 2 വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ നല്ല രുചികരമായിട്ടുള്ള സ്പൂൺ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരിക. ആദ്യമായിട്ട് വന്ന് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പഴംപൊരിയേക്കാളും നല്ല രുചിയാണ് ഈ ഒരു പഴംപൊരിക്ക്. മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമല്ലേ. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.